നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തസ്തികയുടെ സാലറി എത്രയാണ്, എത്ര രൂപയാണ് അവസാനം നമ്മുടെ കയ്യിൽ കിട്ടുക? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കറിയാം, നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 39,300 മുതൽ 83 വരെ എന്നുള്ളതാണ്. പക്ഷേ ഇത് മാത്രമല്ല, ഇതിൽ കുറെ അഡീഷൻസും കുറെ കട്ടിങ്ങും ഒക്കെ വരുന്നുണ്ട്. അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തസ്തികയ്ക്ക് വേണ്ടി എല്ലാവരും വളരെ നന്നായി തന്നെ പഠിച്ചു പോവുകയാണ് എന്ന് വിശ്വസിക്കുന്നു. സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ ഇപ്പോൾ ഒരു പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. നിലവിൽ 4,999 രൂപയാണ് ഫീസ്. എന്നാൽ അത് 7,000 ഒരു പ്രൈസ് ഹൈക്ക് വരുന്നുണ്ട്. 3 ദിവസം കൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസമാണ് ഈ ഒരു പ്രൈസിൽ പറ്റുക. അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ 8281223366 എന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്തോണേ, സീറ്റ് ബ്ലോക്ക് ചെയ്തോണേ. ശരി, നമുക്ക് നേരെ നമ്മുടെ ഡേറ്റയിലേക്ക് വരാം. 41 അഡ്വൈസറിലോട് കൂടിയിട്ടായിരുന്നു ലാസ്റ്റ് വേക്കൻസി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിൽ ബേസിക് പേ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്കാണ് ഞാൻ പോകുന്നത്. നോക്കിയേ, സാലറി ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ നമുക്കറിയാം, ഒരു ജോലിക്ക് കയറുന്ന ഒരു വ്യക്തിക്ക് ബേസിക് പേ ആണ് അവന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സാലറി. അതെത്രയാണ്? അത് 39,300 ആണ്, അല്ലെ? 39,300 ആണ് ബേസിക് ആയിട്ട് ഒരാൾക്ക് ആദ്യം കിട്ടുന്ന എമൗണ്ട്. അതിന്റെ കൂടെ രണ്ടാമത് വരുന്ന അഡീഷൻ എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് ആണ്, അല്ലെ? ഡിയർനെസ് അലവൻസ് ആണ് ഇൻഫ്ലേഷനുമായിട്ടൊക്കെ തട്ടിച്ച് ഗവൺമെന്റ് കൊടുക്കുന്ന ഡിയർനെസ് അലവൻസ്. അത് ഏതാണ്ട് 35% നിലവിലുള്ളത്. 13,755, അതായത് ബേസിക് പേയുടെ 35% വരെയാണ് ഡിയർനെസ് അലവൻസ് കൊടുക്കുക. അപ്പൊ എത്രയാണത്? 13,755 രൂപയാണ് ബേസിക് പേയുടെ ഡിയർനെസ് അലവൻസ് ആയിട്ട് വരിക. ഇനി നോക്കിയേ, ഹൗസ് റെന്റ് അലവൻസ് എത്രയാണ്? ഹൗസ് റെന്റ് അലവൻസ് കോർപ്പറേഷനിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് എങ്കിൽ, ഇപ്പൊ നിങ്ങൾ എറണാകുളത്താണല്ലോ ജോലി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ കോർപ്പറേഷൻ മാത്രം ഉൾപ്പെടുത്തിയത്. ഇത് എറണാകുളത്ത് മാത്രം ജോലി ചെയ്യാൻ കഴിയുന്ന കേരള ഹൈക്കോടതിയിൽ ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ കോർപ്പറേഷനിലാണ് ജോലി ചെയ്യുക. അപ്പൊ 10% കോർപ്പറേഷനിൽ അംഗീകൃതമായിട്ടുള്ള HRA, ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുക. അതെത്രയാണ്? ബേസിക് പേയുടെ 10% 3,930 രൂപയാണ്. ഈ പറയുന്ന 3 കാര്യം കൂടി ചേർന്ന് വരുമ്പോൾ 56,985 രൂപയാണ് നിങ്ങളുടെ ഗ്രോസ് സാലറി വരിക. ഇത് കൈ കിട്ടുന്ന എമൗണ്ട് ആണോ? അല്ല, ഇത് കൈ കിട്ടുന്ന എമൗണ്ട് അല്ല. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ ഹൈക്കോടതിയിൽ ജുഡീഷ്യൽ സർവീസിലേക്കാണ് കയറുന്നത് എങ്കിൽ, അവിടെ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന് കീഴിലേക്കാണ് ജോലിക്ക് കയറുന്നത് എങ്കിൽ, നിങ്ങൾക്ക് 1,100 രൂപ സ്പെഷ്യൽ അലവൻസ് കൂടിയുണ്ട്, ഒരു അഡീഷണൽ ജുഡീഷ്യൽ അലവൻസ് കൂടിയുണ്ട്. ഓക്കെ, നിങ്ങളത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്കാണ്, അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കീഴിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് അലവൻസ് കിട്ടില്ല. നിങ്ങൾ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലേക്കാണ് പോകുന്നത് എങ്കിൽ ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് 1,100 അലവൻസ് കൂടെ കിട്ടും. അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും? ആഡ് ഓൺ ചെയ്ത് വരുമെന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം? ഓർത്ത് വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് എത്രയായിട്ട് മാറിയേക്കാം? ഏതാണ്ട് 58,085 രൂപയിലേക്കൊക്കെ മാറിയേക്കാം. ഓക്കെ, ഇനി ഓരോ വർഷവും വർഷാവർഷം നിങ്ങൾക്ക് 1,000 രൂപയുടെ ആനുവൽ ഇൻക്രിമെന്റ് കൂടി കിട്ടും. ഓരോ വർഷം കഴിയും തോറും നിങ്ങൾക്ക് 1,000 രൂപ കൂടെ നിങ്ങളുടെ ബേസിക് പേയിൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ ബേസിക് പേ 39,300 എന്ന് പറയുന്നത് 1,000 രൂപ ഒരു വർഷം കഴിഞ്ഞ് കയറുമ്പോൾ എത്രയാകും? അത് എത്രയായിട്ട് മാറും? 40,300 ആയിട്ട് മാറും. അപ്പൊ നിങ്ങളുടെ ഡിയർനെസ് അലവൻസ് അതനുസരിച്ച് കൂടും, അല്ലെ? 35% 40,300-ൻ്റെതാണ്, അതനുസരിച്ച് കൂടും. നിങ്ങളുടെ HRA 10% അതനുസരിച്ച് കൂടും. അപ്പൊ നിങ്ങളുടെ ഗ്രോസ് സാലറി എന്ത് ചെയ്യും? അതനുസരിച്ച് വർദ്ധിക്കും. ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? 41,300 ആയിട്ട് മാറും. അപ്പൊ എന്ത് സംഭവിക്കും? HRAയും ഡിയർനെസ് അലവൻസും എല്ലാം അതനുസരിച്ച് പെർസെന്റേജ് വൈസ് എന്ത് ചെയ്യാണ്? വർദ്ധിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഗ്രോസ് സാലറി അതനുസരിച്ച് കൂടുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തുവെങ്കിൽ മാത്രമേ ഈ അലവൻസിന്, അതായത് ഓരോ വർഷവുമുള്ള ഇൻക്രിമെന്റിന് നിങ്ങൾ എലിജിബിൾ ആവുള്ളൂ. അപ്പൊ നിങ്ങളുടെ എന്ത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കണം? പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനായിട്ട് അവിടെ ഒരു മാനദണ്ഡമുണ്ട്. അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റൽ എക്സാം ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റൽ എക്സാം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു 40% മാർക്കോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അത് ക്ലിയർ ചെയ്യുന്നവർക്ക് അവിടെ എന്ത് കിട്ടും? ഈ പറയുന്ന ഇൻക്രിമെന്റ് കിട്ടും. അത് ഡിപ്പാർട്ട്മെന്റിൽ കയറിയതിനു ശേഷം സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലുള്ള അതേ നിലവാരത്തിലുള്ള ശമ്പള സ്കെയിൽ തന്നെ ഇവിടെയും വരുന്നുണ്ട്, ഹൈക്കോടതിയിലും വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ളത്, നിങ്ങൾ ജുഡീഷ്യൽ സർവീസിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണെങ്കിൽ അവിടെ ഒരു 1,100 രൂപ എക്സ്ട്രാ അലവൻസ് കൂടെ കിട്ടും. ഇതാണ് ഗ്രോസ്. അപ്പൊ നിങ്ങൾ ജോലിക്ക് കയറുന്ന ഇൻക്രിമെന്റും കിട്ടാത്ത ആദ്യ മാസത്തെ ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഗ്രോസ് എമൗണ്ട് എത്രയാണ്? 56,985 ആണ്. ഇതിൽ ഇനി കട്ടിങ് വരുന്നത് എങ്ങനെയാണ്? ഈ കിടക്കുന്നതാണ്. ഇതിൽ PF കട്ടിങ് വരും, പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കട്ടിങ് വരും. ഓക്കെ, ഗ്രോസ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നിങ്ങൾക്ക് പോകും. അവിടെ നിങ്ങൾക്ക് നിങ്ങളാണ് തീരുമാനിക്കുന്ന മിനിമം ഒരു 2,500 രൂപയെങ്കിലും നിങ്ങൾ PF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ
ഒരു റൂൾ ഉണ്ട്. അപ്പം മിനിമം നിങ്ങളൊരു എമൗണ്ട് ഇട്ടിരിക്കണം, 2500 രൂപയെങ്കിലും ഇട്ടിരിക്കണം. പിന്നെ നിങ്ങൾക്ക് മെഡിസെപ്പിലേക്ക്, അതായത് നിങ്ങളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട മെഡിസെപ്പിലേക്ക്, മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് നിങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വരും. സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വരും. നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ആക്ച്വലി കിട്ടാനായിട്ട് പോകുന്നത് 44,000 മുതൽ 45,000 ഇടയിൽ വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. ഓക്കെ, 45,000 അതായത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യും, കിട്ടും. 39,300 ബേസിക് പേ ഉള്ളൊരു ജോലിയാണ്. തുടക്കത്തിൽ ആദ്യ മാസം തന്നെ 44,000 മുതൽ 45,000 രൂപയ്ക്ക് അടുത്ത് സാലറി കിട്ടും. ഗ്രോസ് സാലറി കണ്ണു മഞ്ഞളിക്കേണ്ട, ഈ എമൗണ്ട് ഒക്കെ നമുക്കുള്ളതാണെങ്കിലും തുടക്കത്തിൽ 56,000 കിട്ടില്ല. അതിൽ നിന്ന് വീണ്ടും ഒരു 10-12,000 രൂപ കട്ട് കഴിഞ്ഞ് 44,000 മുതൽ 45,000 രൂപ വരെ നെറ്റ് സാലറി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് സാധിക്കും. അപ്പൊ അത്യാവശ്യം നല്ല സാലറി ഉള്ള, അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാൻ ഉതകുന്ന ഒരു ചുറ്റുപാട് ലഭിക്കുന്ന പോസ്റ്റാണ് ഏത്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുക. അപ്പം ഇത് തന്നെയാണ് ഇതിനെ കൂടുതൽ ഗ്ലാമറസ് ആക്കി മാറ്റുന്നത് എന്ന് പറയുന്നതും. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇനിയും സമയം പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ജൂലൈ മാസം ആരംഭം മാത്രമേ ആയിട്ടുള്ളൂ, ജൂലൈ 1 ആയിട്ടേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഉടനെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. പക്ഷെ വളരെ വേഗം എക്സാം പ്രൊസീജിയർ നടക്കും, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എക്സാമും ബാക്കി കാര്യങ്ങളും നടക്കും. അപ്പൊ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ല, ഇപ്പൊ തൊട്ട് തന്നെ ആരംഭിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച്, 2ാമത്തെ ബാച്ച് 3 ദിവസം കൂടി മാത്രമാണ് നിലവിലത്തെ പ്രൈസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. ഫൈനൽ കോളാണ്. അതായത് 4,999 രൂപ. നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഫീസ് വാങ്ങി ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്ലാസ് കൊടുക്കുന്ന സ്ഥാപനം സൂപ്പർ നോട്ട്സ് ആണ്. ബാക്കിയുള്ളിടത്തും 10,000 15,000 ഒക്കെ വാങ്ങുന്നുണ്ട്. പക്ഷെ അത് 4,999 രൂപയ്ക്കാണ് നമ്മൾ ബാച്ച് കൊടുക്കുക. പക്ഷെ ബാച്ചിൽ ഒരു പ്രൈസ് ഹൈക്ക് ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അത് 7,000-ലേക്ക്, അതായത് 3,000 രൂപയുടെ ഒരു ഇൻക്രിമെന്റ് നമ്മുടെ പ്രൈസിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിലവിലത്തെ പ്രൈസിൽ ഒരു 3 ദിവസം സാധിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട്, നമ്മുടെ ഫിനാൻഷ്യലി ബാക്കിലോട്ടൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 3 ദിവസം കൂടി 4,999 രൂപയ്ക്കാണ് ഈ ഒരു ബാച്ച് പോവുക. 3,000 അല്ല 2,000 അല്ലേ, 2,000 രൂപയുടെ ഇൻക്രിമെന്റ് അവിടെ നിങ്ങൾക്ക് ഇനിയും ഉണ്ടാകും. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ചാൻസ് ആണ് 4,999 രൂപയ്ക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും, നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് 8281223366 പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 8281223366 പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തു പക്ഷേ റെസ്പോണ്ട് ചെയ്തില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ ആപ്പിലും കയറിയാൽ മതി. സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. നേരെ കയറി എന്ത് ചെയ്താൽ മതി, അവിടെ കയറി അഡ്മിഷൻ എടുത്താൽ മതി. ഇതേ എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ട, വെറുതെ അവസരം കളയണ്ട, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമുക്ക് ക്ലാസ്സിൽ കാണാം. അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കിട്ടാനായിട്ട് പറ്റട്ടെ. എല്ലാ ആശംസകളും. നമുക്ക് ക്ലാസ്സിൽ കാണാം.